ഹായ് ഗായ്സ്. അയ്യോ ഗായ്സ്, എങ്ങനെയുണ്ട് രണ്ടു? ഇങ്ങനെ കറക്കും. ഇത് അടിയിലേക്ക് താത്തി പിടിച്ച് കറക്കും. സിനാക്ക കറക്കുന്ന കറക്കും. ഇത് പിടിച്ചോ. എങ്ങനെ പിടിച്ചോ? ഒന്നും പിടിച്ചോ? ഇതൊന്നും ആവൂല. അതെ, ബർത്ത്ഡേ പാർട്ടിക്ക് ഇത് അടിപൊളിയാകും, സൂപ്പർ ആകും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത് കോഴിക്കോട് പുതിയങ്ങാടിക്കടുത്ത് കോയാർ റോഡ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന അയ്യൻസ് വേൾഡിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത ക്രാക്കേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്രാക്കേഴ്സാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത് നോക്കാം. അതിൽ നിന്ന് നമുക്കിതിൽ വന്നിട്ട് ബിജ്ലി ക്രാക്കേഴ്സാണ്. ഇത് 1 2 3 4 5 അവിടെ മാറ്റി വെക്കുകയാണ്. 6 7 8 9 10 പേക്ക് ബിജ്ലി ക്രാക്കേഴ്സാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിത് ഇതിൽ വരുന്നത് രമേശ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കമ്പിത്തിരികളാണ്. ഇതൊരു 3 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതാ നമ്മുടെ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പെൻസിൽ, ഇത് 1 2 ഇത് റെഡാണ്. പിന്നെ മിൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിൽ ഇത് വരുന്നുണ്ട്. ഇത് നമ്മുടെ മിൻറ്റിൻ്റെതാണ്, കണ്ടോ? മിൻറ്റ് മീൻസ് നമ്മുടെ പച്ച കളർ. ഇത് ചുവപ്പ്, ഇത് പച്ച കളർ. ഇത് 2 ഇത് 3 നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഡാൻസിങ് ബട്ടർഫ്ലൈ. ഇത് അയ്യൻ ബ്രാൻഡിൻ്റെ തന്നെ ഡാൻസിങ് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന സംഭവമാണ്. നമ്മൾ വെച്ച് തീ കൊടുത്താൽ അതിങ്ങനെ ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ പറന്ന് വരുന്നതാണ് അവർ പറയുന്നത്. അടുത്തായിട്ട് നമുക്കിതിൽ വരുന്നത് നമ്മുടെ അയ്യൻ്റെ ചെറിയ ടൈപ്പിൽ വരുന്ന പോപ്പ്, നമ്മുടെ ചെറവറ പിരിപിരി കിറ്റ്കാറ്റ് ചടുകുടു എന്നൊക്കെ പറയുന്ന സംഭവമില്ല, അതാണ്. ഒരു ബോക്സിൽ 10 പീസാണ് വരുന്നത്. അതിനകത്ത് ഒരു 5 ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതിൽ വരുന്നത് അയ്യൻസിൻ്റെ തന്നെ നമ്മുടെ ക്രാക്ലിംഗ് പോപ്കോൺ. നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു പോപ്പ് എന്ന് പറയുന്ന ഇതില്ലേ, വലിയ വെർഷനാണ്. ഇത് നമ്മുടെ ചെറിയ വെർഷൻ ആണെങ്കിൽ എൻ്റെ ഒരു വലിയ വെർഷൻ എന്ന് പറയാം. ഇത് രണ്ടും സെയിം ഫംഗ്ഷനാണ്. ഇതിന് കുറച്ച് വലുപ്പം അധികം ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തായിട്ട് നമുക്കിതിൽ വരുന്നത് അയ്യൻസിൻ്റെ 4 ഇഞ്ച് അയ്യൻ്റെ 4 ഇഞ്ച് ലക്ഷ്മിയാണ്. നമ്മുടെ കുരുവിപ്പടക്ക പോലത്തെ ലക്ഷ്മി ക്രാക്കേഴ്സ് ഇല്ലേ, ആ ഒരു സംഭവമാണ്. 4 ഇഞ്ച് ഒരു ബണ്ടിലാണ്. 10 പേക്ക് വരുന്ന ബണ്ടിലാണ്. ഒരു പേക്കിൽ 5 പീസ് ഉണ്ടാവും. മൊത്തം 50 പീസ് വരുന്ന ഈ ഒരു ബണ്ടിലാണിത്. ഇതാണ് അയ്യൻ്റെ ഹൈഡ്രോ ബോംബ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മിനി സീരീസിൽ വരുന്ന ബോംബ്. ഒരു ബോക്സിൽ 10 പീസ് വരും. ഇതൊരു ബണ്ടിലുണ്ട്. പിന്നെന്താ മച്ചാന്മാരെ, നമ്മൾ ഒരു ബണ്ടിൽ കുരുവി, അതായത് 125 പീസ്, ഒരു പാക്കിൽ 5 പീസ്, 5 × 25 125 പീസ് കുരുവി നമ്മൾ എടുത്തിട്ടുണ്ട് മച്ചാന്മാരെ. പിന്നെ നമുക്ക് അടുത്തായിട്ട് തന്നിട്ടുള്ളത് നമ്മുടെ ട്വിങ്ക്ലിംഗ് സ്റ്റാർ ആണ്. നമ്മുടെ ചാട്ടാ കയർ എന്ന് പറയുന്ന ഒരു സംഭവമില്ല, നമ്മുടെ കയ്യിലൊക്കെ വെച്ച് തീ കൊടുത്തിട്ട് ഇങ്ങനെ കറക്കി കളിക്കുന്ന അയ്യൻ ബ്രാൻഡിൻ്റെ ആണ്. ഇത് ഒരു ബോക്സിൽ 10 പീസാണ്. അപ്പോൾ ഒരു 30 പീസ് 3 ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ രമേശിൻ്റെ ഇലക്ട്രിക് സ്പാർക്കിൾസ് വന്നിട്ടുണ്ട്. ഇതൊരു ബോക്സിൽ 10 പീസ് വരുന്നതാണ്. ഇതൊരു 5 പീസ് എടുത്തിട്ടുണ്ട്. അയ്യൻ്റെ സ്കൈ ഷോട്ട് വരുന്നുണ്ട്. 1 2 3 സ്കൈ ഷോട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, 3 ഡിഫറെൻറ്റ് ഫംഗ്ഷനാണ്. എല്ലാം മേളപ്പിട്ട് പൊട്ട് തന്നെയാണ്, പക്ഷെ അത് ആ ക്രാക്ലിങ്ങിൻ്റെ രീതിയിൽ, അതായത് പൊട്ടി വിരിഞ്ഞ് വരുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. 1 2 3 അയ്യൻസിൻ്റെ ഗ്രൗണ്ട് ചക്ര അൾട്ര എന്ന് പറയുന്ന ആ ഒരു അത്യാവശ്യം മിനി സീരീസിൽ വരുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ചക്രങ്ങളാണ്. ഇത്തരത്തെ ഒരു 3 ബോക്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അയ്യൻ്റെ സൂപ്പർ ഡ്രോൺ എന്ന് പറയുന്ന ഡ്രോണാണ്. ഇതൊരു പീസിൽ 5 പീസ്, ഒരു ബോക്സിൽ 5 പീസ് വരും. അതുപോലത്തെ 1 2 ഇതാ ഒന്നുകൂടിയും കൂടി ഉണ്ട്. 3 നമ്മൾ മൊത്തം എടുത്തിട്ടുണ്ട് ഡ്രോൺ. പിന്നെ ഇതാ നമുക്ക് വരുന്നത് കോക്ടൈൽ സ്പിന്നേഴ്സാണ്. നമ്മുടെ ചെറിയ രീതിയിലുള്ള നമ്മുടെ നിലച്ചക്രം, ചെറിയ രീതിയിലുള്ള നമ്മുടെ നിലച്ചക്രത്തിൽ നമ്മൾ റാട്ട് എന്നൊക്കെ പറയും, നിലച്ചക്രമാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. സംഭവം ചെറുതാണെങ്കിലും ഔട്ട്പുട്ട് നല്ല ഔട്ട്പുട്ട് വരുന്ന സംഭവമാണ്. ഇതിനകത്ത് ഒരു 5 ബോക്സ്, ഒരു 50 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയ പാക്കാണ് കേട്ടോ, നല്ലൊരു ക്യൂട്ട് ലുക്ക്, ഒരു ക്യൂട്ടി പൈ ലുക്ക് ഉണ്ട് സംഭവം ചെറുതാണെങ്കിലും ഇതിൻ്റെ ഔട്ട്പുട്ട് വലുതാണ് കേട്ടോ. അതിനകത്ത് ഒരു 5 ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് അയ്യൻസിൻ്റെ വർണ്ണാഞ്ചൽ എന്ന് പറയുന്ന ഈ ഒരു ഇളനീപ്പുവാണ്, നമ്മുടെ മേശാപ്പുവാണ്. 1 2 3 ബോക്സ് എടുത്തിട്ടുണ്ട്. അയ്യൻ്റെ ലെമൺ ട്രീ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് നമ്മുടെ ഒരു ചെറിയ രീതിയിലുള്ള ഫൗണ്ടെയിൻ പോലത്തെ സംഭവമാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ തറയിൽ വെച്ച് ഇവിടെ തീ കൊടുത്താൽ, നമ്മുടെ കമ്പിത്തിരിയോട്ട് തീ കൊടുത്താൽ ഇതിങ്ങനെ മേശാപ്പ് വിരിയുന്ന പോലെ ലെമൺ ട്രീ. ആ ഒരു ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റും കളർ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എമിറ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. പിന്നീട് മച്ചാന്മാരെ നമുക്ക് വരുന്നത് നമ്മുടെ അയ്യൻ്റെ തന്നെ ഫ്ലവർ പോട്ട് സ്പെഷ്യൽ. നമ്മുടെ ഫ്ലവർ പോട്ട് സീരീസിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക ഫ്ലവർ പോട്ട് സ്മോൾ, ഫ്ലവർ പോട്ട് ബിഗ്, ഫ്ലവർ പോട്ട് സ്പെഷ്യൽ, പിന്നെ ഫ്ലവർ പോട്ട് അശോക, കളർ കോട്ടി, അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്തൊരു 3 ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും പടക്കങ്ങളാണ് നമ്മൾ ഈ 2025 വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോട് പുതിയങ്ങാടിക്കടുത്ത് കോയാർ റോഡ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന അയ്യൻസ് വേൾഡിൽ നിന്ന് പർച്ചേസ് ചെയ്ത ക്രാക്കേഴ്സ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഗിവ് അവേ കൊടുക്കാൻ പോവുകയാണ്. 2 പേർക്കാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ ഗിവ് അവേ റൂൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു ഗിവ് അവേ എങ്ങനെ പങ്കെടുക്കാൻ നോക്കാം. ആദ്യം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രാക്കേഴ്സ് ഏതാണ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. ഈ ഒരു #കൂടി
കൂടി ചേർത്ത ശേഷം നിങ്ങൾ ആ കമൻറ്റ് പോസ്റ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്താൽ ആ ഒരു സ്ക്രീൻഷോട്ടും കൂടി എടുത്തിട്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് അതൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ പേര്, ജില്ല, നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ അതിൽ കൊടുക്കാം. അതോടൊപ്പം നിങ്ങളുടെ ഹാൻഡിൽ നെയിമും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഹാൻഡിൽ നെയിം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്ത സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ തൊട്ട് മേലെ ആയിട്ടൊരു ഹാൻഡിൽ നെയിം കണ്ടോ, ഇതാണ് നിങ്ങളുടെ ഹാൻഡിൽ നെയിം. ഞാനിപ്പോൾ മാർക്ക് ചെയ്തായിട്ട് കണ്ടില്ലേ, ഇതാണ് ഹാൻഡിൽ നെയിം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹാൻഡിൽ നെയിം ഏതാണെന്ന് നോക്കിയിട്ട് ജസ്റ്റ് അത് ഗൂഗിൾ ഫോമിൽ ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കണ്ടു നോക്കുക. അപ്പോൾ എന്നാലേ നിങ്ങൾക്കത് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമ്മുടെ ഗിവ് അവേ വിന്നർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏപ്രിൽ 10 വൈകുന്നേരം 5 മണിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഈ വീഡിയോ എത്രത്തോളം ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അത്ര ആൾക്കാരെ കൊണ്ട് നമ്മൾ ഇതിലേക്ക് നമുക്ക് എൻഗേജ് ചെയ്യണം. പിന്നെ ഈ വീഡിയോന് 10K ലൈക്ക് ആക്കുക എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെ ലക്ഷ്യമാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് 10K ലൈക്ക് എത്തിക്കുക. 10K ലൈക്കിന് മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ 2 ആൾക്ക് കൊടുക്കുന്ന ഈ ഒരു ഗിവ് അവേ നമ്മൾ 3 ആൾക്ക് വേണ്ടി കൊടുക്കും. അതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ക്രാക്കേഴ്സൊക്കെ കത്തിച്ച് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് IN ബ്രാൻഡിൻ്റെ ഹൈഡ്രജൻ ബോംബാണ്. ഒരു ബോക്സിൽ 10 പീസ് വരുന്ന ബോംബാണ്. അടുത്തായി നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി അടുത്തായി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്മി, INൻ്റെ ലക്ഷ്മി ക്രാക്കേഴ്സ്. നമ്മൾ സരസ്വതി എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഇതൊരു 5 ഇഞ്ച് വരുന്ന സംഭവം കേട്ടോ. അടുത്തായിട്ട് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുരുവി ക്രാക്കേഴ്സാണ്. ഇത് INൻ്റെതല്ല, പകരം വേൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. INൻ്റെ കുരുവി അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയില്ല. സോ നമ്മൾ വേലിൻ്റെ കുരുവി വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മളടുത്തായിട്ട് INൻ്റെ റെഡ് ബിജിലി ക്രാക്കേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ബിജിലി പടക്കം അഥവാ ചില്ലിപ്പടം എന്ന് പറയുന്ന സംഭവമാണിത്. തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് രമേശിൻ്റെ കമ്പിത്തിരികളാണ്. ഇത് രമേശിൻ്റെ ഇലക്ട്രിക് സ്പാർക്കിൾസ്, അതായത് ഇത് രമേശിൻ്റെ ക്രാക്കിംഗ് സ്പാർക്കിൾസ്. ഈ ക്രാക്കിംഗ് സ്പാർക്കിൾസ് നോർമലി കത്തും, ഇലക്ട്രിക് ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ഫംഗ്ഷൻ. അപ്പോൾ കത്തിച്ച് നോക്കിയാലോ. അതാ അങ്ങോട്ട് പോലെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടോ, ഞാനുണ്ട് ഇങ്ങോട്ടോ, പിടിച്ചോ. എങ്ങനെയുണ്ട്? പിടിച്ചോ, പേടിക്കണ്ട. എൻ്റെ കൈ പിടിച്ചോ. ഐസാക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. യെസ്. അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പം കത്തിച്ചത് ക്രാക്ലിംഗ് ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ കത്തിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ആണ്. അപ്പോൾ ഇതിൻ്റെ തീ കൊടുക്കുകയാണ്. ഇത് പിടിച്ചോ. എങ്ങനെ പിടിച്ചോ? ഇതൊന്നും ആവില്ല. പിടിക്ക്. എൻ്റെ കയ്യിലല്ലേ, ഇങ്ങനെ പിടിക്ക്. നല്ല രസമല്ലേ കാണാൻ ഗൈസ്. നല്ല അടിപൊളി സംഭവമാണ്. ഓരോ സ്റ്റാർ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. സംഭവം പൊളിയാണ്. ഓട്ടെ. ഇനി നമ്മൾ അടുത്തായിട്ട് കത്തിക്കാൻ പോകുന്നത് നമ്മുടെ INൻ്റെ വർണ്ണജാലം എന്ന് പറയുന്ന മേശാപ്പ്, അഥവാ നമ്മുടെ ഫ്ലവർ പോട്ട്സ്, ഇളനീപ്പ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പോൾ കത്തിച്ച് നോക്കിയാലോ. അപ്പോൾ ഗൈസ് വർണ്ണജാലത്തിന് തീ കൊടുക്കാൻ പോവാണ് INസിൻ്റെ. വായിച്ചാ ഓട്ടുന്നോ. ചെറുതായിട്ട് എൻ്റെ എമിറ്റ് ചെയ്ത് നമ്മളെ ഷവറൊക്കെ കുറച്ച് നമ്മുടെ മേത്തൊക്കെ എത്തിയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ പറയരുതില്ലേ, പൊള്ളിയില്ല, അത്ര തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിൻറ്റ് പെൻസിലാണ്. IN ബ്രാൻഡിൻ്റെ മിൻറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്ന പെൻസിൽസാണ്. ഇത് ഒരു ബോക്സിൽ 10 പീസ് വരുന്നതാണ്. നമുക്ക് അടുത്തായിട്ട് ഇത് കത്തിക്കാം. ഗൈസ് പെൻസിലിന് തീ പിടിച്ചിട്ടുണ്ട്. ബർത്ത്ഡേ പാർട്ടിക്ക് ഇത് അടിപൊളിയാകും, സൂപ്പറാകും. രണ്ടു എങ്ങനെയുണ്ട്? രണ്ടു പിടിച്ചോളൂ. പോവല്ലേ. രണ്ടു പോവല്ലേ. ഇങ്ങോട്ട് വാ. ഇത് പിടിക്ക്. കുറച്ച് പുകയാണ് ഗൈസ്. ഇത് അടിപൊളിയാണ്. രണ്ടു വാ, എൻ്റെ അടുത്തേക്ക് വാ.
അപ്പൊ ഗൈസ് ഇത് തീർന്നിട്ടുണ്ട്. നല്ല ടൈമിംഗ് ഉള്ള സംഭവമാണ്. അതെ ഗൈസ്, നമ്മൾ അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അയ്യന്റെ റെഡ് ക്യാൻഡിൽസ്. നേരത്തെ കത്തിച്ചത് ഗ്രീൻ ക്യാൻഡിൽസ് ആണെങ്കിൽ നമ്മൾ അടുത്തായിട്ട് കത്തിക്കാൻ പോകുന്നത് റെഡ് ക്യാൻഡിൽസ്, ചുവന്ന ക്യാൻഡിൽസ് ആണ് ഗൈസ്. അതെ ഗൈസ്, തീ പിടിച്ചിട്ടുണ്ട്. അയ്യാ, പിടിച്ചോ പിടിക്ക്. അങ്ങനെ പിടിച്ചൊന്നും ആവില്ല, ഇതൊന്നും ആവില്ല. ഇങ്ങനെ കറക്കിക്കോ. അയ്യോ ഗൈസ്, എങ്ങനെയുണ്ട് രണ്ടോ? ഇങ്ങനെ കറക്കും. ഇത് അടിയിലേക്ക് താത്തി പിടിച്ച് കറക്കൂ. സിനാക്ക കറക്കുന്ന കറക്കൂ. ഇങ്ങനെ നല്ല കറങ്ങട്ടെ, നല്ല പൊന്തട്ടെ. ഹായ്, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയൂ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല അങ്ങനെയല്ലല്ലോ അല്ലേ? അതെ ഗൈസ്, അതെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. അത്രയും നല്ല രസാണ്. ക്യാമറമാൻ ശ്രദ്ധിക്കൂ. ക്യാമറമാൻ ശ്രദ്ധിച്ചു. നല്ല രസമുണ്ട് ഗൈസ്. രണ്ടിന്റെ കത്തി കഴിഞ്ഞിട്ടില്ല ഗൈസ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് അവസ്ഥ എക്സ്പീരിയൻസ്? അപ്പൊ അടുത്തായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അയ്യൻ ബ്രാൻഡിന്റെ ഗ്രൗണ്ട് ചക്ര അൾട്രാ സ്പെഷ്യൽ ആണ്. അൾട്രാ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ ഒരു വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലുണ്ട്. ഇത് കത്തിച്ചാലോ? കത്തിക്കുക. ഗ്രൗണ്ട് ചക്ര സ്പെഷ്യൽ തീ കൊടുത്തിരിക്കുകയാണ്. വാവ്, ഇത് നല്ല രസമുണ്ട് ഗൈസ്. ഇത് പിടിച്ചോ. ഇത് പിടിക്കടി ഗൈസ്. ആയിഷ ഭയങ്കര പേടിക്കൊള്ളത്തിയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അയ്യൻസിന്റെ പോപ്പ് ആണ്. ഇതാണ് സംഭവം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പൊ ഗൈസ്, നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ചെറപറ പിരിപിരി പോപ്പിന് തീ കൊടുക്കുകയാണ്. പേടിച്ചോയാ? ചെറപറ പിരിപിരി രണ്ടാമത് തീ കൊടുക്കാൻ പോവാണ്. ഗൈസ്, അത് ചെരിഞ്ഞു പോയി. അതുകൊണ്ടാണ് അങ്ങനെ കത്തിയത്. അപ്പൊ അത് ചെരിഞ്ഞ് വീണ് പോയോണ്ടാണ് നമ്മൾ ഒന്നുകൂടി കത്തിച്ചത്. സോ അത് നേരെയാണെങ്കിൽ നേരെ മുകളിലോട്ട് ഇങ്ങനെ എമിറ്റ് ചെയ്യാണ് ചെയ്യുക. സോറി ഗൈസ്, അത് ചെരിഞ്ഞു പോയതിൽ. അപ്പൊ മച്ചാന്മാരെ, നമ്മൾ അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ വലിയ ചെറവറ. നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്തത് ചെറിയ ചെറവറയാണ്. ഇത് വലിയ ചെറവറ. അയ്യൻ ബ്രാൻഡിന്റെ ക്രാക്ലിംഗ് പോപ്കോൺ എന്ന് പറയുന്ന വലിയ ചെറവറയാണ് ഗൈസ് ഇത്. അതെ, അപ്പൊ അടുത്തൊരു വലിയ ചെറവറക്ക് തീ കൊടുക്കാണ്. ഗൈസ്, നേരത്തെ ഒന്ന് ചെരിഞ്ഞു പോയാലെന്താ ഗൈസ്? ഞാൻ പറയുന്നത് കേൾക്കും. നേരത്തെ ഒന്ന് ചെരിഞ്ഞു പോയാലെന്താ? ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ഇത് വളരെ രസമുള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, വളരെ സൂപ്പർ ആയിരുന്നു ഗൈസ്. നമ്മൾ അടുത്തായിട്ട് അയ്യൻസിന്റെ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതെങ്ങനെ സംഭവം എന്ന് എനിക്കറിയില്ല, എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇങ്ങോട്ട് വായിച്ചാ. ഇത് സംഭവം അടിപൊളിയാണ് ഗൈസ്. ഇത് അയ്യൻസിന്റെ ഡാൻസിങ് ബട്ടർഫ്ലൈ ആണ് ഗൈസ്. ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു പിടുത്തമില്ലായിരുന്നു. ബട്ട് ഇപ്പൊ മനസ്സിലായി ഗൈസ് എങ്ങനെയുണ്ടെന്ന്. രണ്ട് പേടിച്ച് അകത്തേക്ക് കയറി പോയിട്ടുണ്ട് ഗൈസ്. കോക്ടെയിൽ അല്ല, ഇത് കോക്ടെയിൽ സ്പിന്നറാണ് ഗൈസ്. നമ്മളെ ചെറിയ സൈസിൽ വരുന്ന ഒരു, എന്താ പറയുക, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ചെറിയ സൈസിൽ വരുന്ന ഒരു റാട്ട് നിലച്ചക്രം എന്ന് പറയുന്ന സംഭവമാണ്. പക്ഷേങ്കിൽ ഇത് ഭയങ്കര പെർഫോമൻസ് ഉണ്ട് എന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. നമ്മുടെ ടിംഗ്ലിംഗ് സ്റ്റാർ ആണ് നമ്മുടെ ചാട്ടാ കയർ എന്ന് പറയുന്നത്. പൊട്ടിച്ച് നോക്കാം, കത്തിച്ച് നോക്കാം. ഗായ്സ്, നമ്മളങ്ങനെ തീ പിടിച്ചിട്ടുണ്ട്. വാവ് ഗായ്സ്, ഇത് കുറേ ടൈമിംഗ് ഉള്ളൊരു സാധനമാണ്. പിടിച്ചോളൂ, ഞാൻ ഇറങ്ങിക്കോളൂ. നല്ല വലിപ്പത്തിൽ കറക്കൂ. നല്ല ടൈമിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കറക്കി കളിക്കാം ഗൈസ്. സംഭവം പൊളിയാണ്.